ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം അടുപ്പിച്ച എല്ലാവർക്കും പല്ലിന് എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്. കുറച്ച് മുമ്പ് ഉപ്പച്ചി എപ്പം പറയുന്നു പല്ല് വേദനയാണ് ഡോക്ടറെ കാണിക്കുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബ്രേസസ് ഇട്ടത്. ഇതേ ഇപ്പം ഉമ്മച്ചിക്കും തുടങ്ങിയിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചിട്ടാണ് ഉമ്മച്ചി ഇന്ന് പോയിട്ട് എന്തായാലും പല്ല് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോണത് തന്നെ. ഉപ്പച്ചി MES വർക്ക് ചെയ്യണതുകൊണ്ട് പിന്നെ ഉപ്പച്ചി പറഞ്ഞു ഇങ്ങോട്ട് വരി, ഇവിടുന്ന് പറിക്കാം, ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് ഞാനിപ്പോൾ ഇത് 2ാം തവണയാണ് ഇട്ട് വരുന്നത്. ഫസ്റ്റിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടായിരുന്നു അതേ ഇപ്പം ഉമ്മച്ചിനെ കാണിക്കാനും. സൂക്ഷിച്ച് നോക്കി, എയറിലൊരു സാധനം കാണുന്നില്ലേ, അത് കണ്ടതും ആപ്പ് ഇങ്ങനെ ഓരോ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഡെന്റൽ കോളേജിൽ എത്തി. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മച്ചി എനിക്ക് ഒരാളെ കാണിച്ചു തരികയാണ് കേട്ടോ. വാ മിക്കതായിരുന്നു ഇതെൻ്റെ ഉപ്പച്ചി ആട്ടോ വരുന്നത്. ഞാൻ മൂപ്പര് 2ാം തവണയാണ് യൂണിഫോമിൽ കാണുന്നത്. ഉപ്പച്ചി വീട്ടിലാണെങ്കിലും അതുപോലെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ വൈറ്റ് തുണിയും വൈറ്റ് ഷർട്ടൊക്കെ കാരണം ഉപ്പച്ചി ഇതുപോലെ ഷർട്ടും പാൻറ്റും ഇൻ ചെയ്തിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇടീ. ഉപ്പച്ചി ഇപ്പോഴും ഓരോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയും ഉപ്പച്ചി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോയിക്കൊണ്ടു, നല്ലതാണ്, ഏജ് തോന്നിക്കൂല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ഉപ്പച്ചിക്ക് മനസ്സിലായതുകൊണ്ടാട്ടോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പച്ചി വന്നു ഞങ്ങൾ നേരെ റിസപ്ഷൻ പോയി. MES ഉമ്മച്ചിക്കും ആയി സ്വന്തമായിട്ടൊരു ഫയൽ. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാനിതൊന്ന് ഓഫീസിൽ പോയിട്ട് ഫയലാക്കി വരാ പറഞ്ഞിട്ട് ഉപ്പച്ചി തിരിച്ചു വന്ന് ഞങ്ങൾ നേരെ CDC ഡിപ്പാർട്ട്മെന്റിൽ പോയി. അപ്പൊ കുറച്ചു നേരം ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളെ കൂടെ കുറച്ചു നേരമൊക്കെ നിന്ന് ഉപ്പച്ചിക്ക് പിന്നെ ഡ്യൂട്ടിക്ക് കയറാനായതുകൊണ്ട് ഉപ്പച്ചി പോയി. അതിന്റെ സങ്കടത്തിൽ ഒരാൾ വിഷമിച്ചിരിക്കാണ് കേട്ടോ. ഉപ്പച്ചി പോയപ്പോൾ ഒരാൾക്ക് നല്ല സങ്കടമായിട്ടുണ്ട്. അധികം വൈകാണ്ട് തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് ലൈല ഉമറിനെ വിളിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു വീഡിയോയും ഫോട്ടോയും ഒന്നും അലൗഡ് അല്ല. ഉമ്മച്ചിന്റെ പല്ലിന്റെ അവസ്ഥ കണ്ടിട്ട് എക്സ്റേ കണ്ടാലേ എന്തേലും പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ. പല്ലിന്റെ എക്സ്റേ കണ്ടിട്ട് പിന്നെ മാക്സിലോഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റിക്ക് വിട്ടു. അവിടെ ഒത്തിരി നേരം ഇരുന്നിട്ട് വിളിക്കാണ്ടായപ്പോൾ ഞാനും സോയി അവിടുന്ന് പതുക്കെ എണീറ്റ് പുറത്തൊക്കെ പോയി നോക്കിയിട്ട് ആളെ ഉറക്കത്തിന്റെ ഫുഡിന്റെ ഒക്കെ ടൈം ആയപ്പോൾ ആളെ സ്വഭാവം കുറച്ചീച്ച് അങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കയറിപ്പോയപ്പം കാണാത്ത ഒരു സംഭവം ഞാനിപ്പം കണ്ട് ഡെന്റൽ മ്യൂസിയം. എന്റെ ഇടയിൽ ഉപ്പച്ചി ഒന്ന് വന്ന് എന്തായിന്നൊക്കെ ചോദിച്ചു. കാരണം നമ്മൾ വിചാരിച്ച ടൈമല്ല, കുറച്ച് കൂടുതലായിട്ടുണ്ട്. അവന്റെ കരച്ചിലും കുറുമ്പൊക്കെ കൂടി വരുന്നോണ്ട് പുറത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. വെയിറ്റ് ചെയ്ത് എന്തായാലും ലാസ്റ്റ് ഡോക്ടറെ കാണാൻ പറ്റി. പല്ലൊക്കെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ അകത്ത് നീരുണ്ട്, 3 ദിവസം മെഡിസിൻ എഴുതിയിട്ടുണ്ട്, അത് കഴിച്ചിട്ടേ എന്തേലും പറയാൻ പറ്റുള്ളൂ എന്ന്. കാര്യം പറഞ്ഞാൽ ഇപ്പം പല്ലെടുക്കാൻ വന്നത് അത് നടന്നില്ല എന്ന്. പിന്നെ ഞങ്ങൾ അധികം നിന്നില്ല, മെഡിസിനും മേടിച്ച് ഉപ്പച്ചിനോട് പോവാ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോന്നു. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.